മെക്സിക്കോയിൽ നിന്നല്ല, 1000 കോടി പ്രകാശവർഷം അകലെ നിന്നാണെങ്കിലും ശരി, അടിച്ചുമാറ്റി കൊണ്ടുവന്ന് കാണിക്കുന്നത് മലയാളിയാണെങ്കിൽ പിടിവീഴുക തന്നെ ചെയ്യും. അത്തരമൊരു പിടിയാണ് കേരള ടൂറിസം വകുപ്പ് 12 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ പരസ്യചിത്രത്തിന്റെ പിടലിക്ക് വീണിരിക്കുന്നത്. തലയ്ക്കകത്ത് ആളുതാമസമുള്ളവരുടെ ക്രിയേറ്റിവിറ്റി വളരെ മനോഹരമായി ചൂണ്ടിയാണ് ഇത് നിർമ്മിച്ചതെന്നാണ് ആരോപണം. മെക്സിക്കൻ ടൂറിസത്തിനു വേണ്ടി ഡീഗോ പെർണിയ തയ്യാറാക്കിയ എസ്ട്രല്ലാസ് ഡെൽ ബൈസെന്റേനാരിയോ എന്ന വീഡിയോ ആൽബത്തിന്റെ ഇരട്ട സഹോദരനെ പോലിരിക്കും കേരള ആൽബം കണ്ടാലെന്ന് വിമർശകർ പറയുന്നു. മെക്സിക്കോ സന്ദർശിക്കാൻ ഒരു യുവതി വരുന്നതാണ് പെർണിയയുടെ ആൽബത്തിന്റെ ഇതിവൃത്തം. ടൂറിസം വകുപ്പ് നിർമ്മിച്ച ആൽബത്തിൽ നമ്മുടെ നാട്ടിലും വരുന്നുണ്ട് ഒരു പെൺകുടി. മെക്സിക്കോയിലെത്തുന്ന സുന്ദരിയെ അവിടെ പാരമ്പര്യ കലാകാരൻ സ്വീകരിക്കുന്നുണ്ട്. അതിനു പകരം ഇവിടെ സ്വീകരണം കൊടുക്കുന്നത് മേജർ സെറ്റ് കഥകളി ആശാനാണെന്ന് മാത്രം. അവിടുത്തെ പെണ്ണ് വെള്ളച്ചാട്ടം കണ്ട് വള്ളത്തിൽ കയറുമ്പോൾ ഇവിടത്തെ അങ്കന ഡബിൾ റോളിൽ വള്ളത്തിൽ കയറുന്നു. പാരമ്പര്യ കലാരൂപങ്ങൾ അവിടെയും ഇവിടെയും സുന്ദരിമാരുമായി സമ്മതിക്കുന്നുണ്ട്. എല്ലാം യാദൃശ്ചികം. നായികമാർ രണ്ടിടത്തും കുട്ടികളോടൊപ്പം സമയം പങ്കിടുന്നുണ്ട്. അവസാനം ഒരു സീനുണ്ട്, അതാണ് കിടിലം. മെക്സിക്കോയിലെ സുന്ദരി പുലിയെ ആലിംഗനം ചെയ്തുറങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലെത്തിയ കൊച്ച് കൊമ്പന്റെ മസ്തകത്തിലേക്ക് മയങ്ങി വീണ് നിദ്ര കൊള്ളുന്നു. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇതാണ്. എണീറ്റ് നിന്ന് കൈയടിച്ചു പോകുമെന്നാണ് വിമർശകർ പോലും പറയുന്നത്. സാമ്യം തീർന്നില്ല പോലും. ക്യാമറ വർക്കിലും സ്ലോ മോഷൻ എഡിറ്റിംഗിലും കളർ ടോണിലും എന്തിനേറെ സംഗീതത്തിൽ വരെ പകർന്നാട്ടമെന്നാണ് ആരോപണക്കാർ പറയുന്നത്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ 11 ദിവസം കൊണ്ട് ചിത്രീകരിച്ച യുവർ മൊമെന്റ് ഈസ് വെയിറ്റിംഗ് എന്ന ഈ ആൽബത്തിന്റെ ലണ്ടനിൽ നടന്ന ആദ്യ പ്രദർശനത്തിനും കോടികൾ ചെലവഴിച്ചിരുന്നു. ഒരു പ്രമുഖ പരസ്യ കമ്പനിക്ക് വേണ്ടി സ്വകാര്യ മൊബൈൽ ഫോണിന്റെ പരസ്യചിത്രം സംവിധാനം ചെയ്ത് അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ മലയാളിയാണ് കേരള ടൂറിസത്തിന്റെ ഈ പരസ്യചിത്രവും തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്റർനെറ്റിലൂടെ സജീവ ചർച്ചാവിഷയമായ വിവാദം മെക്സിക്കൻ സംവിധായകന്റെ മുന്നിലെത്തിയാൽ കോപ്പിറൈറ്റിൽപ്പെട്ട് ടൂറിസം വകുപ്പ് കോടതി കയറേണ്ടിയും വന്നേക്കും. അന്താരാഷ്ട്ര പ്രചരണത്തിന് ഉപയോഗിക്കുന്ന പരസ്യചിത്രം മറ്റൊരു രാജ്യത്തിൻ്റെതുമായി സാമ്യമുണ്ടാകുന്നത് കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാവുമെന്നും അഭിപ്രായമുണ്ട്. ഇനി ചെയ്യാനാവുന്ന ഒരു കാര്യം ഇതാണ്: നമ്മുടെ പരസ്യം തുടങ്ങുന്നതിന് മുൻപ് ഇതിലെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും മറ്റൊന്നുമായും സാമ്യമില്ലെന്ന് കാർഡ് എഴുതി കാണിച്ചാൽ മതി. പക്ഷേ അത്തരമൊരു കാർഡ് മുൻപിറങ്ങിയ ഏതെങ്കിലും സിനിമയിൽ നിന്ന് അടിച്ചു മാറ്റി വെക്കരുതെന്ന് മാത്രം.